പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എക്കണോമിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട എക്കണോമിക്സിൻ്റെ 10 പ്രിൻസിപ്പിൾ ഗ്രിഗറി മാൻഗ്യുവിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞ 10 പ്രിൻസിപ്പിളിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ടുള്ളത്. നമ്മൾ ഈ വീഡിയോയിൽ ഫസ്റ്റ് പ്രിൻസിപ്പിൾ അത് വിശദമായിട്ട് പറയാണ്. പീപ്പിൾ ഫേസ് ട്രേഡ് ഓഫ് എന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ ഈ 10 പ്രിൻസിപ്പിളിനെ 3ആയിട്ട് തരംതിരിച്ചിട്ട് അതിൽ ഒന്നാമത്താണ് ഹൗ പീപ്പിൾ മേക്ക് ഡിസിഷൻ, എങ്ങനെയാണ് പീപ്പിൾ ഡിസിഷൻ എടുക്കുന്നത് എന്നതിനെക്കുറിച്ച്. അതിൽ 4 ഉണ്ട്. അതിൽ ഒന്നാമത്തതാണ് പീപ്പിൾ ഫേസ് ട്രേഡ് ഓഫ്. ദർ ഇസ് നോ മിസ്റ്ററി ടു വാട്ട് ആൻ എക്കോണമി ഈസ്. എന്താണ് എക്കോണമി എന്നതിനെക്കുറിച്ച് ഒരു മിസ്റ്ററി ഇല്ല. നമ്മൾ ഒരു കേരള എക്കോണമിയെക്കുറിച്ച് പറയുകയാണ്, അല്ലെങ്കിൽ ഇന്ത്യയെക്കുറിച്ച് പറയുകയാണ്, ഓൾ വേൾഡിനെ കുറിച്ച് പറയുകയാണ്. എക്കോണമി എന്ന് പറയുന്നത് ജസ്റ്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഡീലിംഗ് വിത്ത് വൺ അനദർ ആസ് ദേ ഗോ അബൌട്ട് ദെയർ ലൈഫ്. അവരുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഡീൽ ചെയ്യുന്നതാണ് ഒരു എക്കോണമി എന്ന് പറയുന്നത്. ഒരു എക്കോണമിയുടെ ബിഹേവിയർ റിഫ്ലക്റ്റ് ചെയ്യുന്നത് ആ എക്കോണമിയിലുള്ള ഇൻഡിവിജ്വൽ, എക്കോണമി മേക്കപ്പ് ചെയ്യുന്ന ഇൻഡിവിജ്വലിൻ്റെ ബിഹേവിയറിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നമ്മളെ ഇന്ത്യൻ എക്കോണമിയുടെ റിഫ്ലക്റ്റ് ചെയ്യുക അവിടെയുള്ള ഇൻഡിവിജ്വൽ നമ്മളുടെയൊക്കെ ബിഹേവിയറിൻ്റെ അടിസ്ഥാനത്തിലാണ് എക്കോണമിയെ റിഫ്ലക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ പീപ്പിൾ ഫേസ് ട്രേഡ് ഓഫ്. ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ, ഒരു ഡിസിഷൻ നമ്മൾ എടുക്കുമ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ മറ്റൊന്ന് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മളൊരു സാധനം കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ അതിന് പകരം നമ്മൾ ക്യാഷ് കൊടുക്കേണ്ടി വരും. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ടി വരും. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അത് സ്റ്റുഡൻസിന് എക്കണോമിക്സ് എന്ന് പറയുന്ന മേജറും സൈക്കോളജി എന്ന് പറയുന്ന മൈനറും. അപ്പോൾ ഒരു സ്റ്റുഡൻസ് പഠിക്കുന്ന സമയം മാറ്റി വെക്കുകയാണ്. ഫുൾ സമയം എക്കണോമിക്സിന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് സൈക്കോളജിയുടെ സമയം കുറക്കും. അപ്പോൾ അത് ഡിവൈഡ് ചെയ്തുകൊണ്ട് പഠിക്കും. അപ്പോൾ നമ്മൾ കൂടുതൽ സമയം ഒന്നിന് വെക്കുമ്പോൾ മറ്റൊന്നിൻ്റെ സമയം കുറയും. അതുപോലെ തന്നെ ഫുൾ സമയം പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചിലവഴിക്കുകയാണെങ്കിൽ അവരുടെ ബൈക്ക് റൈഡിങ്, വാച്ചിങ് TV, വാച്ചിങ് റീൽസ്, പാർട്ട് ടൈം ജോബ് ചെയ്യുന്നതൊക്കെ ഇതിനൊക്കെ ഉള്ള സമയം ഒഴിവാക്കി മാറ്റി വെക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഒന്ന് നമ്മൾ ചെയ്യുമ്പോൾ മറ്റൊന്നിനെ അത് ബാധിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും ക്ലാസിക് ആയിട്ടുള്ള ട്രേഡ് ഓഫിൻ്റെ ഒരു ഉദാഹരണമാണ് ഗെൻസ് ആൻഡ് ബട്ടർ. ഒരു രാജ്യം എഫിഷ്യൻ്റ് ആയിട്ട് ഉള്ളൊരു രാജ്യമാണ്. അവരെന്ത് ചെയ്യണം, അവിടുത്തെ ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടെ പണം കൂടുതലായിട്ട് നാഷണൽ ഡിഫൻസിന് വേണ്ടിയിട്ട്, അതിനാണ് ഗൺ എന്ന് പറയുന്നത്, ഗണ്ണിലേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ അവിടുത്തെ ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉയർത്താനുള്ള പണമാണ് എന്തിലേക്ക് മാറ്റുന്നത്, ഡിഫൻസിലേക്ക് മാറ്റുക. അപ്പോൾ ഒരു കാര്യം അവിടെ ഡിഫൻസിലേക്ക് മാറ്റുന്നതോടുകൂടി അവിടുത്തെ ആളുകളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കൺസ്യൂമർ ഗുഡ് കൊടുക്കേണ്ട പണം എന്ത് ചെയ്യും, കുറഞ്ഞു വരും. അപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റൊന്നിനെ ബാധിക്കും. അതുപോലെ മറ്റൊരു ഉദാഹരണമാണ് മോഡേൺ സൊസൈറ്റിയിൽ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ക്ലീൻ എൻവറോൺമെൻറ്റ് ആൻഡ് ഹൈ ലെവൽ ഓഫ് ഇൻകം. ഒരു എക്കോണമിയുടെ ക്ലീൻ എൻവറോൺമെൻറ്റ് ആക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഹൈ ലെവൽ ഓഫ് ഇൻകം കുറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീൻ എൻവറോൺമെൻറ്റ് ആക്കുമ്പോൾ പല രീതിയിലുള്ള ഇൻകം ജനറേറ്റിംഗ് ഒഴിവാക്കേണ്ടി വരും. അപ്പം ഹൈ ലെവൽ ഓഫ് ഇൻകം കുറയും. മറ്റൊരു ട്രേഡ് ഓഫ് ആണ് ഈക്വാലിറ്റി ആൻഡ് എഫിഷ്യൻസി. ഈക്വാലിറ്റി ആൻഡ് എഫിഷ്യൻസി എന്ന് പറയുന്നത് ഒരു സൊസൈറ്റി ഈസ് ഗെറ്റിംഗ് ദ മാക്സിമം ബെനിഫിറ്റ് ഫ്രം ഈസ് സ്കേഴ്സ് റിസോഴ്സ്. സൊസൈറ്റിയിൽ എന്താണ് മാക്സിമം ബെനിഫിറ്റ് ഉണ്ടാക്കാൻ ആ രാജ്യത്തുള്ള സ്കേഴ്സ് റിസോഴ്സ് വെച്ചിട്ട് മാക്സിമം ബെനിഫിറ്റ് ഉണ്ടായ എഫിഷ്യൻസി എന്ന് പറയും. എന്നാൽ ഈക്വാലിറ്റി എന്ന് പറയുന്നത് എന്താണ്, ദോസ് ബെനിഫിറ്റ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് യൂണിഫോംലി അമംഗ് സൊസൈറ്റി മെമ്പേഴ്സ്. അപ്പോൾ കുറച്ച് ആളുകൾ ചേർന്നിട്ട് കുറേ മാക്സിമം ബെനിഫിറ്റ് ഉണ്ടായിട്ട് സ്കേഴ്സ് റിസോഴ്സ്, ഈ റിസോഴ്സ് എന്താണ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം സൊസൈറ്റി മെമ്പേഴ്സ്. ഈ ബെനിഫിറ്റ് എന്താണ് സൊസൈറ്റിയിലെ മെമ്പേഴ്സിലേക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതെങ്ങനെയാണ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ കുറച്ച് ആളുകൾ നല്ല ഇൻകം ജനറേറ്റ് ചെയ്യണം. ആ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടായിരിക്കും. ഈ പണം എന്ത് ചെയ്യും, ഇൻകം ടാക്സ് പിരിച്ചിട്ട് എന്ത് ചെയ്യും, ഇൻകം ടാക്സിലൂടെ ഗവൺമെൻറ് എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അത് പാവങ്ങൾക്ക് കൊടുക്കും. പാവങ്ങൾക്ക് പല പോളിസികളായിട്ട് കൊടുക്കും. ഓക്കെ, പല നമ്മൾക്ക് സബ്സിഡി മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അത് ആരുടെ പണമാണ്, ഹാർഡായിട്ട് വർക്ക് ചെയ്യുന്നവൻ്റെ പണമാണ്. അപ്പം ഒരാൾക്ക് ബെനിഫിറ്റ് ഈക്വലായിട്ട് ബെനിഫിറ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, എഫിഷ്യൻസി കുറയ്ക്കേണ്ടി വരും. അപ്പോൾ ആളുകൾക്ക് ഒരു കൂടുതലായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള താല്പര്യം കുറയും, ഹാർഡായിട്ട് വർക്ക് ചെയ്യാനുള്ള താല്പര്യം കുറയും. അപ്പോൾ ഈ നിലക്ക് നമ്മൾ പറയുന്ന സമയത്ത് ഒരു സ്റ്റുഡൻസ് കൂടുതലായിട്ട് സൈക്കോളജി പഠിക്കാൻ വേണ്ടിയിട്ട് പാടില്ല, അല്ലെങ്കിൽ സൈക്കോളജി പഠിക്കുന്നത് ഇല്ലാതാക്കാനും പാടില്ല. രണ്ട് ഡിസിഷനും ഒരേപോലെ എടുക്കേണ്ടതുണ്ട്, രണ്ടിൻ്റെയും ഡിസിഷൻ. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കുറയും എന്നതുകൊണ്ട്, ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കുറയും എന്നതുകൊണ്ട് ഒരിക്കലും എൻവറോൺമെൻറ്റ് പ്രൊട്ടക്ഷന് കുറക്കാൻ വേണ്ടി സൊസൈറ്റി ഷുഡ് നോട്ട് സ്റ്റോപ്പ് പ്രൊട്ടക്റ്റിംഗ് ദ എൻവറോൺമെൻറ്റ് ജസ്റ്റ് ബിക്കോസ് എൻവറോൺമെൻറ്റൽ റെഗുലേഷൻ റെഡ്യൂസ് അവർ മെറ്റീരിയൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. അതുപോലെ തന്നെ ഒരിക്കലും ആളുകൾ കൂടുതലായിട്ട് താല്പര്യത്തോടു കൂടി ഹാർഡ് വർക്ക് ചെയ്യുന്നത് കുറയും എന്ന കാരണം കൊണ്ട് ഒരിക്കലും പാവപ്പെട്ടവരെ നോക്കുന്നത് കുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, പാവപ്പെട്ടവരെ നോക്കുന്നത് കുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത് കുറയും എന്ന് പറഞ്ഞാൽ അവരുടെ ഇൻകം റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോവുകയാണ് എന്നതുകൊണ്ട് എന്ത് ചെയ്യാണ്, അങ്ങനെ കാരണം കൊണ്ട് അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നത് കുറയും. അതുകൊണ്ട് എന്ത് ചെയ്യാണ്, ഈ റീഡിസ്ട്രിബ്യൂഷൻ കുറക്കാൻ പാടില്ല, പാവങ്ങളെ നോക്കുന്നത് കുറക്കാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, people are likely to make decision only if they understand the option that are available to them. പീപ്പിൾ എന്ത് ചെയ്യണം, ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ എന്തൊക്കെയാണ് അവർക്കായിട്ടുള്ള ഓപ്ഷൻ അവരുടെ മുന്നിലുള്ളത് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. അവർ സ്റ്റഡി എക്കണോമിക്സ് therefore സ്റ്റാർട്ട് ബൈ അക്നോളജിങ് ലൈഫ് ഓഫ് ട്രേഡ് ഓഫ്. അപ്പോൾ നമ്മൾ എക്കണോമിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ലൈഫ് ഓഫ് ട്രേഡ് ഓഫിനെ കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം എന്ന് പറഞ്ഞു വരുമ്പോൾ നമ്മളൊരു കാര്യം ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ മറ്റൊരു ഡിസിഷൻ എന്ത് ചെയ്യേണ്ടി വരും, മാറ്റി വെക്കേണ്ടി വരും. അതിനാണ് പീപ്പിൾ ഫേസ് ട്രേഡ് ഓഫ്. ഏതൊരു ഡിസിഷനിലും നമ്മൾ ഇന്ന് ക്ലാസ്
സ്കൂളിൽ പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ കോളേജിൽ പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയം നമ്മൾ ലേഷ്യറിന് അല്ലെങ്കിൽ സിനിമ കാണാൻ പോകുന്ന സമയം മാറ്റി വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോളേജിൽ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം നമ്മൾ ഡിസിഷൻ എടുക്കുമ്പോൾ മറ്റൊന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇഗ്നോർ ചെയ്യേണ്ടി വരും, ഒഴിവാക്കേണ്ടി വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇതാണ് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ രണ്ടാമത്തെ പ്രിൻസിപ്പിളായിട്ട് വരും. ഓക്കെ, താങ്ക് യു.